ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുണ്ടിക്കൊരു മൈലാഞ്ചി എന്നതാണ് ഗൈസ്. കുണ്ടിയിൽ മെഹന്തി ഇടോ ചേച്ചി, ചേട്ടന് സർപ്രൈസ് കൊടുക്കാനാണ് ക്യാപ്ഷൻ. ആർജെ അഞ്ജലി നിരഞ്ജന പ്രാങ്ക് കോൾ. നമ്മുടെ രാജനെ റിയാക്ട് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കത് എന്താ സംഭവം നോക്കാം. സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ആർജെ അഞ്ജലി നിരഞ്ജനയും കൂടി പ്രാങ്ക് ചെയ്യാണ് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ, ഒരു 30 പേര്. എന്നിട്ട് കൊനിഷ്ഠ വർദ്ധനം ചോദിക്കുകയാണ്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടിയും ഓരിട്ടിട്ടുണ്ട് റിയാക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ലെവലിലാക്കി. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? അപ്പം രാജണ്ണ എന്താ പറയുള്ളൂ നോക്കുക ഗൈസ്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ടേരോ? നമസ്കാരം. ആർജെ അഞ്ജലിയും നിരഞ്ജനയും, ഈ ആർജെ അഞ്ജലിയുടെയും നിരഞ്ജനയുടെയും പ്രാങ്ക് കോളുകൾ കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് എല്ലാവരും, മിക്ക ആൾക്കാരും ഒരു വട്ടമെങ്കിലും ഇവരുടെ പ്രാങ്ക് കോളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ആർജെ അഞ്ജലിയുടെ. എനിക്ക് ഇടയ്ക്ക് തോന്നി ഈ മുട്ട പപ്സിന്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ട്, ചേട്ടാ അതിനകത്ത് ശകലം മുട്ടയെങ്കിലും വെച്ചൂടെ, ഒരു കാട മുട്ടയെങ്കിലും വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞ പ്രാങ്കുകൾ കണ്ട് നമ്മൾ ആസ്വദിച്ച് ചിരിച്ചവരാണ് അല്ലെ ഈ ആർജെ അഞ്ജലി ഈ നിരഞ്ജനയുമായിട്ടുള്ള പ്രാങ്ക് കോൾ. നിരഞ്ജന മാത്രമല്ല, മറ്റേതോ ഒരു കൊച്ചുകുടി ഉണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ല. അവർ തമ്മിലാണ് നിരന്തരം ഈ പ്രാങ്ക് കോളുകൾ വിളിക്കുന്നത്. പലപ്പോഴും പ്രാങ്ക് കോളുകൾ അവരെ ആക്കിക്കൊണ്ട് ഇവർ പറയും, അവരുടെ തെറിവിളികൾ ഇവർ കേൾക്കും, ഇവരിരുന്ന് ചിരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളും ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോ ഇവരുടെ ഒരു പ്രാങ്ക് കോള്, അതായത് ഈ ആർജെ അഞ്ജലിയും ഈ പറയുന്ന നിരഞ്ജന എന്ന് പറയുന്ന പെൺകൊച്ചുമായിട്ട് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് കോൾ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിർത്തി പെരടത്ത് 2 എണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ ഓക്കെ, രാജണ്ണന് 2 എണ്ണം പൊട്ടിക്കാൻ അവരെ തോന്നിയാസം കാണിക്കണില്ലേ. ഇതിന് താഴെ ജീനട്ടൊരു കമൻറ്റാണ്. സോറി, പേരുകൾ പറഞ്ഞ ശരിയാവില്ല. ഒരുത്തിയിട്ട കമൻറ്റാണ്. ചെള്ള അടിച്ചു പറിക്കാൻ വീട്ടിൽ ആണ് ഒരുത്തനില്ലാഞ്ഞിട്ടാ. ഇപ്പം രാജണ്ണന് ഇവിടെ ചെള്ള അടിച്ച് പൊട്ടിക്കാൻ ഒരു ചെള്ളക്കത് കൊടുക്കണമെന്ന് തോന്നി. രാജണ്ണ ഇപ്പോൾ പറഞ്ഞല്ലോ, ചെള്ള അടിച്ച് പൊറിക്കാൻ വീട്ടിലാണ് ഒരുത്തനില്ലാത്തതാണ് അല്ലേ? ആണ് ഒരുത്തനില്ലാത്തതാണ്. ഓക്കെ, അതിൻ്റെ താഴെ വേറെ കമൻറ്റാണ്. ഇട്ട് തരാം മെഹന്തി അല്ല, നല്ല അരച്ച കാന്താരി മുളക് എന്നൊക്കെ. എന്നിട്ട് ഈ പറഞ്ഞ ആർജെ അഞ്ജലി ഉൾപ്പെടെ അവിടെ ഇരുന്ന് കിണിക്കുന്ന ഒരു കിണിയുണ്ട്. എന്നിട്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട്, എന്താണ് ഇത് വെറും ഒരു പ്രാങ്ക് കോൾ ആണ്, നിങ്ങൾക്കൊന്നും തോന്നരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പറയുന്ന ഇവർ എന്ത് പ്രാങ്കാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആരെ പറഞ്ഞിട്ടാണ് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. അതായത് ഇവരിവിടെ വിളിക്കുന്നത് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെയാണ്. അപ്പോ ഈ പറയുന്ന നിരഞ്ജന പറയുന്നുണ്ട്, മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ, 25-ാം തീയതി എന്റെ കല്യാണമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ പറയുന്ന ആ ചേച്ചി പറയുന്ന ആരുടെ കല്യാണം എന്ന് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം അവരിത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരൊരു കസ്റ്റമർ വിളിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽ ചോദിക്കുന്നു, എന്നാണ് കല്യാണം, അതിനെ കുറിച്ചൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് വെഡിങ് ആണോ? ഓ, ഇതിലെ അപ്പുറത്തേക്കുന്ന ആള്, അതായത് ഇവർ ആരെയാണോ പ്രാങ്ക് ചെയ്യുന്നത് അവർ നല്ല പ്രൊഫഷണലായിട്ട് മര്യാദയ്ക്കായിട്ടാണ് സംസാരിക്കുന്നത്. അവർ ആ ജോലിയുടെ ആ മര്യാദയ്ക്ക് അനുസരിച്ചാണ് സംസാരിക്കുന്നത്. അവസാനം അവർ കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് ഇങ്ങനെ കൊനിഷ്ഠ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, കയ്യിൽ മൈലാഞ്ചിയുടെ എന്താ റേറ്റ്, കാലിനാണ് എന്താ റേറ്റ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ കയ്യിന് ഇത്ര, കാലിന് ഇത്ര എന്നൊക്കെ പറയുമ്പോൾ പിന്നെയാണ് ഇവർ പറയുന്നത്. ഞാനിതിൽ എൻ്റെ ഇത് കണ്ടപ്പോൾ കുറേ സംശയങ്ങളൊന്നും ഒരു സംശയം എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഇത് അങ്ങനെയുള്ള പ്രൊഫഷണൽ ഒരാളെ ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ള ഒരു കാര്യം, ഇത് നമുക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്നത്. ഇത്രത്തോളം ഇതല്ലെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ മുമ്പ് കസ്റ്റമർ കെയറിനെ ഇങ്ങനെ വിളിച്ചിട്ട്, അതായത് അവരങ്ങോട്ട് കോൾ കട്ട് ചെയ്ത് പോവുകയല്ലല്ലോ ചെയ്യുക, നമ്മളായിട്ട് കട്ട് ചെയ്യല്ലേ ചെയ്യുക. അതായത് നമ്മുടെ ഡൗട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സേവനം അവർ തന്നു തോന്നുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ അവർ വളരെ മര്യാദയ്ക്കാണല്ലോ അവർ സംസാരിക്കുക. അപ്പോൾ ഇത് എടുത്തോണ്ട് ഓരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഹലോ ചേച്ചി, ചക്കയ്ക്കാണോ ചാളക്കാണോ വില കൂടുതൽ, ഉണക്കമീൻ എന്താ വില, ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒന്നും തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെയാണെങ്കിൽ പച്ചത്തെറി വിളിക്കാരൊക്കെ പോകുന്നു, പക്ഷെ പറയാമില്ല, അവർ ആ ജോലി ചെയ്യുന്ന ആളല്ലേ, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അല്ല, അത് ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എത്ര നിസ്സാരമല്ലേ. അപ്പോൾ ഞാൻ പറയുന്ന ആളുകളെ ഇറിറ്റേറ്റ് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടത്. നമ്മൾ ഇവർ കുണ്ടീനെ കുറിച്ച് പറയുമ്പോൾ അതിനൊക്കെ അപ്പുറത്തെ സാധനം ഇപ്പുറത്ത് വിളിക്കുക അറിയാത്തതുകൊണ്ടായിരിക്കില്ല. പക്ഷേ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ജോലിയുടെ റെസ്പെക്റ്റ് കൊടുക്കാൻ രീതിയിൽ പെരുമാറുന്ന സാധനം ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് വളുപ്പ് പരിപാടികളും തള്ളാമെന്നുള്ളൊരു സംഗതി പൊതുവെ ആളുകൾക്കുണ്ട്. അതിപ്പോൾ
ഇത് കുറച്ച് അധികം കടന്നു എന്നൊക്കെയാണ് പൊതുവെ റിയാക്ഷൻ. ഓക്കെ, അതായത് കുണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പ്രശ്നം. അപ്പോൾ ചന്തിയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലേ. പിന്നെ ഇതിൻ്റെ വേറൊരു സംശയം കേട്ടോ, സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിഷയം എനിക്ക് വിഷയമല്ല, എനിക്ക് തോന്നിയ സംശയം, ഈ RJ അഞ്ജലി നിരഞ്ജലി രണ്ടുപേരല്ലേ പ്രാങ്ക് ചെയ്യണം, ഇതിന് പകരം ഒരു ആണായിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ 2 ആണുങ്ങളാണ് അവർ പ്രാങ്ക് ചെയ്യണമെന്ന് വിചാരിക്കുക ഈ മെഹന്തി ആർട്ടിസ്റ്റിന്. അത് കേസായിട്ടുണ്ടാവില്ലേ? ഇല്ലേ, സംഗതി കേസായിട്ടുണ്ടാവില്ലേ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടാ, എന്താ കേസ് കേക്ക് ഓതരുത്, എനിക്കങ്ങനെ ഓതരുത്, അത് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടുണ്ടാവും ഇവിടെ അല്ലേ. അല്ല അതേപോലെ തന്നെ ഈ 2 പെണ്ണുങ്ങൾ RJ അഞ്ജലിയും നിരഞ്ജനും ഇവർ പ്രാങ്ക് ചെയ്യുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ഒരു ആണായിരുന്നു വിചാരിക്കുക. അറിയില്ല കേട്ടോ, എനിക്കറിയില്ല കേട്ടോ ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ചു മാത്രം. പിന്നെ ഈ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ആ ചേച്ചി എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ അവർ തിരക്കുന്നുണ്ട്, വളരെ മാന്യമായിട്ട് അവർ തിരക്കുന്നുണ്ട്. എവിടെ വെച്ചാണ് ഇവർ പറഞ്ഞ ട്രിവാൻഡ്രക്കാരെയും കൂടെ നാണം കിടത്താൻ വേണ്ടി ഈ രണ്ട് ശവങ്ങൾ, ഈ ശവം നോക്കി വിളിക്കത്തുള്ളൂ. ഇതുവരെ താങ്കളെ ബഹുമാനിച്ച് താങ്കളുടെ ഈ ഇതിന് താഴെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ ജോളി തോമസ് 7405 പെണ്ണുങ്ങൾക്ക് എന്തുമാകാം, നിയമം ഈ നാശങ്ങളുടെ കൂടെയാണല്ലോ. ഇപ്പോൾ ഇറങ്ങിയ ആസിഫ് അലിയുടെ പടം ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ എല്ലാ പുരുഷന്മാരും കാണണം, ബ്രാക്കറ്റിൽ പാവാടകൾ കാണേണ്ടതാണ്. വേറൊരുത്തൻ ഉണ്ണികൃഷ്ണൻ, ഞാൻ ഇതുവരെ ഈ വെറ്റകളുടെ വീഡിയോ കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ പെണ്ണിൻ്റെ കാര്യം കഷ്ടം തന്നെ. ഈ 2 എണ്ണം കാണിച്ച് ജീവിക്കുന്നവർ ആയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലാത്തതാണ്. അഭിലാഷ് കൃഷ്ണൻ്റെ കമൻറ്റ്, ആങ്ങളമാർ ഇല്ലാത്ത കുട്ടിയായിരിക്കും, ഈ മാതിരി തരനാണ വീഡിയോ ഒക്കെ ചെയ്യണ്ടായിരുന്നു. ആങ്ങളമാർ ഇല്ലാത്ത കുട്ടിയായിരിക്കും ഇത്, ആങ്ങളമാരുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യൂല എന്ന് പറയുന്നത്. ആണോ? ലക്ഷണം കണ്ടിട്ട് ഭാവിയിൽ അതും സംഭവിക്കും ബ്രോ. അത് ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു. താങ്കൾ പറഞ്ഞ സത്യമാണ്. എന്ത് തെണ്ടിച്ചികളോ? ഒരു കമൻറ്റാണ് കേട്ടോ. നീയൊക്കെ ഇത്ര തറകളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് എന്താണ്, കുറച്ച് കാന്താരി അരച്ച എവിടെ ഇടും, അപ്പോൾ ഒരു സുഖം കിട്ടും. അലവലാതെ ആരെ ആദ്യമായി കാണുന്നത്, ഇവളുമാരെ എന്തിനു ഫോളോ ചെയ്യുന്നു? സത്യം കാണുമ്പോൾ തന്നെ ഇവർ വീഡിയോ ഒട്ടും ഇഷ്ടമല്ല, ഇഷ്ടമല്ല, അടിച്ച് പൊട്ടിക്കുന്ന ഒന്നും. അപ്പോൾ പുതുമണവാളൻ കോഴിക്കോട്ടുകാരനാണോ നിരഞ്ജനെ എന്ന് ചോദിക്കുന്നത്. അഞ്ജലിയോട് സ്നേഹം ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ തകർന്നു. കീപ് ഗോയിങ് യുവർ ഗ്ലിറ്റർ ഫ്യൂച്ചർ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കി കളഞ്ഞവരെയും ഇപ്പോഴും സഹിക്കുന്നവരെയും പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ അലവലാദികളെയും ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാർ, ഫോളോവേഴ്സ് എല്ലാവരും ചില്ലിയും തരും അവളുമാർ പറഞ്ഞ സാധനം. എന്താണ് ഈ പ്രാങ്കലൊക്കെ കണ്ട് ചിരിച്ചവരാണ് ഞാൻ. പക്ഷെ ഇത് കുറച്ചധികമായി പോയി. നിങ്ങൾ ബാക്കിയും കൂടി കേൾക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബാലരാമപുരം എന്ന് പറയുന്നു, അതേ ഭാഷ തന്നെയാണ് ഇവർ സംസാരിക്കുക. ഇവര് വൈറലാവാൻ പ്രത്യേകിച്ച് കാരണം ഈ ഒരു സംസാര രീതിയാണ്. ഇവരുടെ സംസാര രീതി കൊണ്ടാണ് ഈ പ്രാങ്ക് കോളുകളൊക്കെ വൈറലായത്. ഓക്കെ, അവര് കംപ്ലീറ്റ് ഡീറ്റെയിൽ ചോദിക്കുന്നു. ഇവരും ഇതുവരെ കാര്യങ്ങൾ ഓക്കെയാണ്, ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും ഇടുവോ മെഹന്തി? ഇവിടെയാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ പറയുന്ന നിരഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി എല്ലായിടത്തും ഇടുവോ മെഹന്തി? മെഹന്തി കോത്തിലൊന്നും ഇടുന്നതല്ല. ആദ്യമേ പറയാം, മെഹന്തി എന്ന് പറഞ്ഞാൽ കയ്യിലോ കാലിലോ ചിലപ്പോ മുഖത്തൊക്കെ ഇങ്ങനെ ഇടുന്നതായിട്ട് കാണാം. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും ഇടുവോ? 2 എണ്ണം ഇരുന്ന് കിണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RJ അഞ്ജലി ഇരുന്നുകൊണ്ട് കിണിച്ചങ്ങ് തകർക്കയാണ്. എല്ലായിടത്തും ഇടുവോ എന്ന് ചോദിക്കുമ്പോ പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീക്ക് അത് മനസ്സിലാവുന്നില്ല. അവര് ഇപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് വീണ്ടും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? അതിന് സെപ്പറേറ്റ് ആവും. നമ്മൾ ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കഴുത്ത് കൈക്ക് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവരവരുടെ എമൗണ്ട് പറയുന്നുണ്ട്. അപ്പൊ കാലിനാന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയും അവരുടെ റേറ്റ് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ നിരഞ്ജന അഞ്ജലിയുടെ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കട്ടെ എന്ന്. ഇവര് മുന്നേ പ്ലാൻ ചെയ്താണ്. അപ്പം അഞ്ജലിയുടെ ചോദിക്കുന്നുണ്ട്, ഞാനത് അടുത്തത് ചോദിക്കാം, അടുത്ത എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഈ നിരഞ്ജന അഞ്ജലിയുടെ ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പൊ അത് ചോദിക്കട്ടെ. അപ്പൊ അഞ്ജലി ഒന്ന് ചോദിക്കാൻ പറയുന്നുണ്ട്. അടുത്ത കഴിഞ്ഞ് ഒരു സ്ത്രീയെ വിളിച്ചിട്ട്, അവർ പെണ്ണാണെന്നും കൂടി നിങ്ങൾ വിചാരിക്കണം. ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കുണ്ടിയിലിട്ട് തരുമെന്ന്. ഇതുവരെയ്ക്ക് ആ സാധനം ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ ഇപ്പോഴും അവരുടെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. RJ അഞ്ജലിയുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് കിടപ്പുണ്ട്. പക്ഷെ കമന്റ് ബോക്സ് ഓഫാണ്. എന്ത് കമന്റ് ബോക്സ് ഓണാക്കിയിട്ട് നല്ല തെറിയിൽ കുണ്ടിയിൽ ഇട്ടുതരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുമെന്ന് എനിക്കറിയാം. ഇത്
രണ്ടെണ്ണത്തിനും അറിയാല്ലേ ക്യൂ നിൽക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വായടച്ചുള്ള മറുപടി തരാനും ആൾക്കാരുണ്ടാവും എന്ന് പറയാം. മനസ്സിലായോ? വലിയ കഷ്ടം. ഇത് ഇങ്ങനെയാണോ ചെയ്തത്? ഒരു കാര്യം ചെയ്യും, വീട്ടിലെ തഞ്ചാനെ വിളിച്ചിട്ട് സഹോദരങ്ങളെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ എന്റെ ഭർത്താവിന്റെ കുണ്ടിക്ക് ഇട്ടേ, അല്ലെങ്കിൽ എനിക്ക് കുണ്ടിക്ക് ഇട്ടേരാ, കുണ്ടി ഇട്ടേരാ ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഒന്നൊന്ന് അറിയിക്കണേന്ന് പറ. അപ്പൊ എങ്ങനെ ഇരിക്കും? മനസ്സിലായോ? അല്ലെ നിങ്ങൾക്ക് നാണോ? ഇതിപ്പം കണ്ടിട്ട് ഇവർക്ക് ആർക്കും അഞ്ജലിയുടെ ചിരി കണ്ടോ? ചിരിച്ച് എന്തോ ഒരു വലിയ കാര്യം, എന്തോ വലിയൊരു തമാശ ആരടുത്തോ പറഞ്ഞ് അത് ഫലിപ്പിച്ചു എന്നുള്ള രീതിയിലെ ചിരിയാണ്. രണ്ടെണ്ണം വിളിച്ച് പറയുന്നത് കണ്ടോ? മനസ്സിലായി? എന്തോ വലിയ കാര്യം ഞാൻ ചെയ്തു. ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ടാണ് കുണ്ടിയിൽ ഇട്ട് തരുമോ, കുണ്ടിയിൽ ഇട്ട് തരാൻ എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നത്. അല്ല എൻ്റെ ഒരു ഡൗട്ടാണ്. മറ്റേ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംഗതി, മീശമാധവൻ സിനിമയിൽ പറഞ്ഞില്ലേ ചന്തി കാണിച്ചു എങ്ങനെ പിള്ളച്ച ആരോടെ എഴുതാന്ന് പറയുമ്പോൾ ചന്തി നെയ്തണ്ട കുണ്ടി നെയ്തല്ലോ ഒരു സംഗതി ഉണ്ടല്ലോ. ആരോട് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എളുപ്പത്തിൽ അടിക്കണതില്ലേ. എൻ്റെ ഒരു സംശയം, ഇവിടെ വിഷയം കുണ്ടി എന്നുള്ള വാക്കാണോ, അതോ അതൊരു ബോറായിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ബോറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെന്തോ അതങ്ങനെ സാധാരണ രീതിയിൽ കാണിച്ച് കിടക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു പൊതു സോഷ്യൽ ഡിസ്കോഴ്സിൽ ഉപയോഗിക്കാൻ കാണിക്കാൻ പാടില്ലാത്തൊരു ഭാഗമാണെന്നോ പറയാൻ പാടില്ലാത്തൊരു ഭാഗമാണെന്നുള്ള തോന്നലുകൊണ്ടായിരിക്കും അത്. അതും ആ ഭാഗത്ത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മെഹന്തി ഇടുക അല്ലെങ്കിൽ ടാറ്റു ഏകദേശം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണോ? ഇപ്പോൾ മെഹന്തിയുടെ കാര്യം പറയുന്നത്, നമ്മൾ ടാറ്റു ആണെങ്കിൽ ടാറ്റു ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ആളുകൾ ഇടുന്നുണ്ടായിരിക്കാം എനിക്കറിയില്ല കേട്ടോ. ഇവർ ഉദ്ദേശിച്ചത് ചന്തി എന്നുള്ള ഭാഗമാണോ അതോ കുണ്ടി എന്നുള്ള ഭാഗമാണോ ഇവർ ഉദ്ദേശിച്ചറിയില്ല. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കുണ്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണെന്ന് അറിയില്ല. എന്തൊക്കെയായാലും എൻ്റെ ഒരു സമയം എന്താ വെച്ചാൽ ഒന്നുമില്ല, കുറച്ചുകൂടി കേൾക്കട്ടോ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാറ്റു പല സ്ഥലങ്ങളിലും ഇടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടാറ്റു പല സ്ഥലങ്ങളിലും ശരീരത്തിൻ്റെ അപ്പർ പാർട്ടിൽ പല സ്ഥലങ്ങളിലും കുറച്ചുകൂടി താഴേക്കുള്ള ഭാഗങ്ങളിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഇടുന്നതായിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഈ ടാറ്റു ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വെച്ചാൽ മനസ്സിലാവും. മെഹന്തി എങ്ങനെ ചെയ്യണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ ചോദ്യം എന്തായാലും പ്രശ്നമായിരുന്നു, അതാണ് കാര്യം. ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാണ്ട് ഫിയാൻസിയിലോ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. ഫിയാൻസിക്കല്ല, എവളുടെ കുണ്ടിയിൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞിരിക്കുമ്പോൾ ഫിയാൻസി കുണ്ടി നോക്കുമല്ലോ, ആ കുണ്ടിയിൽ. ഇവിടെ രാജേട്ടൻ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് കുണ്ടിയിൽ മെഹന്തി ഇട്ടുതരുമെന്ന് ചോദിച്ചു, അത് വളരെ മോശമായി വൾഗറായി എന്നുള്ളൊരു പോയിന്റ്. അതോ അത് പ്രാങ്ക് ചെയ്യാൻ പാടില്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഇൻസൾട്ട് ചെയ്ത പോലെ ആയിരുന്നാണോ രാജേട്ടൻ്റെ പോയിന്റ് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചാണ്. അതായത് ഈ ഒരു ചോദ്യം, ഇവരെ ചോദ്യമില്ലേ കുണ്ടിയിൽ മെഹന്തി ഇട്ട് തരുമോ എന്നുള്ളൊരു ചോദ്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പ്രൊഫഷണലായ മെഹന്തി ആർട്ടിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്ത പോലെയാണോ ആ പ്രാങ്ക് മാറിയത്? അതാണോ ഇവിടുത്തെ കൺസേൺ? അതോ വളരെ സെക്ഷലായിട്ടുള്ള വൾഗറായിട്ടുള്ള ഒരു പ്രയോഗമാണ് കുണ്ടിയിൽ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഒരാളെ വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞൊരു പോയിന്റ് ആണെങ്കിൽ മൂപ്പരെന്താ പറഞ്ഞു? മൂപ്പരിപ്പം എന്താ പറഞ്ഞു ഒന്നുകൂടി കേൾക്കട്ടോ. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാണ്ട് ഫിയാൻസിയിലോ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. ഫിയാൻസിക്കല്ല, എവളുടെ കുണ്ടിയിൽ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് കുഞ്ഞിരിക്കുമ്പോൾ ഫിയാൻസി കുണ്ടി നോക്കുമല്ലോ, ആ കുണ്ടിയിൽ കുറച്ച് ഈ പറയുന്ന കുറച്ച് മൈലാഞ്ചി കിട്ടിയ ഫിയാൻസിക്ക് ചിലപ്പോൾ വേറെ മൂടായിരിക്കും. അതുകൊണ്ട് എന്റെ കുണ്ടിയിൽ ഇട്ട് തരുമെന്നാണ് എനിക്ക് ഡൗട്ട്. ഈ ആള് ഇവിടെ ഉദ്ദേശിക്കുന്ന സാധനം എന്തായിരിക്കും? കുഞ്ഞു നോക്കുക, വേറെ മൂടായിരിക്കും എന്നുള്ളൊരു സംഗതി എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. ആയിരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അത് കമന്റ് ചെയ്യട്ടോ. എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. ഞാൻ ആദ്യം ചോദിച്ചു ഫിയാൻസിയുടെ കുണ്ടിയിൽ ഇട്ട് കൊടുക്കുന്ന കേസാണ് അവൾ ചോദിച്ചത്. അങ്ങനെയല്ല, എവളെ കുണ്ടി, നിന്റെ കുണ്ടി കിട്ടിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ കാര്യം ക്ലിയർ ആയി. അഞ്ജലി നിന്ന് കുടിച്ചേർത്ത് അവളെ കുണ്ടിയിൽ നീ ഇട്ടോളൂ, എന്നിട്ട് നീ കുനിഞ്ഞില്ല, അവൾ തിരിച്ച് കുണ്ടിയിൽ ഇട്ട് തരും. അതല്ല നിങ്ങൾക്ക് കൊണ്ട് പറ്റിയില്ലെങ്കിൽ കുണ്ടിയിലിടാൻ ആളെ നമ്മൾ റെഡിയാക്കി തരാം. കുണ്ടിയിലോ വേറെ എവിടെയെങ്കിലോ ഒക്കെ ആവശ്യമുള്ള സ്ഥലത്ത് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരാം. സത്യം പറഞ്ഞാൽ ഇത് വളരെ വൃത്തികെട്ടായി. ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത് നിങ്ങൾ കാണിച്ച
നിങ്ങൾ സംസാരിച്ച രീതി, ആരടുത്താണ് സംസാരിച്ച് വൃത്തികെട്ട രീതിയിൽ പ്രാങ്ക് ചെയ്യുന്ന ആളുകൾ വൃത്തികെട്ട രീതിയിൽ തിരിച്ച് എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യാതുള്ള രാജേട്ടൻ റോക്സ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് അതിര് വിട്ട ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ പോരാ, ഇതിനപ്പുറം നിങ്ങൾ അർഹരാണ്. മനസ്സിലായോ? അവര് കട്ട് ചെയ്ത് വെച്ചിട്ട് പോയി. അവളെ കിണിയണ്ട, അയ്യോ കിണിച്ച് മരിക്കണേ. ആ നടുറോട്ടിലോട്ട് ഇറങ്ങി അങ്ങോട്ട് കുടുങ്ങിയില്ലേ? മനസ്സിലായോ? കുണ്ടികൾ ആരെങ്കിലും വന്ന് ഇട്ട് തന്നിട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ദയവായി അല്പസമയത്ത് ഇവളൊക്കെ കിണിച്ചു മരിക്കുന്നുണ്ട്. പാവം ആ സ്ത്രീ പേടിച്ച് ഏതോ വൃത്തികെട്ട അലവലാതി ഏതോ ഒരുത്തികളെ വിളിച്ച് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഡാഷിനുണ്ടായ മക്കളെ വിളിക്കുന്നെന്ന് അവർക്ക് മനസ്സിലായി. ഏതോ അലവലാദികളാണ് വിളിക്കുന്നത്. ഡാഷിനുണ്ടായ മക്കളോ? അല്ല, ഞാൻ ഈ ആർജനും നിരഞ്ജനും സപ്പോർട്ട് ചെയ്യാന്നല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളാണ് ഇങ്ങനെ മെഹന്തി ആർട്ടിസ്റ്റ് വിചാരിക്കുക. നമ്മുടെ അടുത്ത് ഒരാൾ, ഇപ്പോൾ ഞാനൊരു പെണ്ണാണ് വിചാരിക്കുക, എന്നോടൊരാൾ പ്രൊഫഷണൽ ലേഡി മെഹന്തി ആർട്ടിസ്റ്റാണ് വിചാരിക്കുക. എന്നോട് ഇങ്ങനെ പ്രാങ്ക് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സംഗതി ഉണ്ടാകും. പാച്ച തെറി വിളിക്കാനൊക്കെ വരും, പക്ഷെ നമുക്ക് വിളിക്കണോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ വരും അല്ലേ? ഓക്കെ, എന്താ ചെയ്യുക, ഓരോരുത്തർ ഓരോ രീതിയിലൊക്കെ പെരുമാറുണ്ടാവുക. പിന്നെ അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ പ്രാങ്ക് ചെയ്യുന്ന സമയത്തെ ഇത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് മാന്യമായിട്ട് എന്ത് ചെയ്തത്, ആ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് വിട്ടത്. അവര് അങ്ങനെ തന്നെ അവര് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവരെ മാന്യത കൂടുതലുള്ളത് കൊണ്ടാണ് അവർ തിരിച്ചൊരു കമാന്നൊരു അക്ഷരമോ ഇവർക്കെതിരായിട്ട് ഒരു തെറി വാക്കുകളോ ഒന്നും വിളിക്കാതെ അവർ വെച്ചിട്ട് പോയി. അത്രയ്ക്ക് മാന്യതയായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ആണെങ്കിൽ അവളെ തന്തയ്ക്ക് വിളിച്ചല്ലേ, നീ വാടി എന്ന് പറഞ്ഞൊരു തന്തയ്ക്ക് വിളിച്ചു, നീ എന്റെ കുണ്ടിയും കുണ്ടിങ്ങി വാ, ഇഷ്ടംമാതിരി പഴന്മാരോടെ എന്റെ കുണ്ടിയെല്ലാം വേറെ പലയിടത്ത് വേണം ഇട്ട് തരും എന്ന് പറയുമായിരുന്നു. സത്യം പറഞ്ഞ അഞ്ജലി ആയിക്കോട്ടെ നിരഞ്ജനായി കാണിച്ചത് തെണ്ടിത്തനമാണ്. തെണ്ടിത്തനത്തിന് അങ്ങ് പീക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മനസ്സിലോ? പീക്കിലാണ് നിങ്ങൾ ഇത് കാണിച്ചിട്ടുള്ളത്. ഇതിന് നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മാപ്പ് പറയുന്നതായിരിക്കും നല്ലത്. കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത് വന്നൊരു മാപ്പ് പറ. മാപ്പ് പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അത് ശരി. ഇതൊരു ആണുങ്ങളാണ് ഇങ്ങനെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനം ഒരു മാപ്പിൽ നിൽക്കും നിങ്ങൾക്ക് തോന്നണ്ട? അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. ഈ ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറേ ആൾക്കാർ ഇതിങ്ങനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്, ഈ സാധനം ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പ്രാങ്ക് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഏത് മാനസികാവസ്ഥയിലാണ് നമുക്കൊരു പക്ഷേ മനസ്സിലാവുണ്ടാവില്ല. അവർ ജോലിയുടെ തിരക്കിലായിരിക്കാം, ഫാമിലിയിൽ വിഷയങ്ങളുണ്ടായി, ഇമോഷണൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, കുറേ പ്രശ്നം, ചിലപ്പോൾ അസുഖം ഉണ്ടായിരിക്കാം, പനിയൊക്കെ ഉണ്ടായിരിക്കാം, പനി പിടിച്ച് ടയേർഡായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്യാൻസർ ഉണ്ടായിരിക്കാം, അങ്ങനെ പല ആവശ്യതകളും ഒക്കെ ഉണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകളൊക്കെ. അതിനിടയിൽ കൂടെ ഇങ്ങനെ കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ എങ്ങനെ ഇത് ബാധിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്കത് ഇപ്പുറത്തേക്കുമ്പോൾ തമാശയായിരിക്കും, ചില സമയത്ത് അത് ക്രൂരമായ തമാശകളായിട്ട് മാറുന്നുണ്ടായിരിക്കാം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ചില വാക്കുകൾ നമ്മളൊരു പബ്ലിക് ഡിസ്കോഴ്സിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊരു സാധനമുണ്ട്. ചിലത് തെറികളൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കുണ്ടി എന്നുള്ള വാക്കൊരു തെറിയാണെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നോ ഒരു പക്ഷേ ആർജെ അഞ്ജലി നിരഞ്ജനി ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അവർ വിചാരിക്കുന്നത് ഇതൊരു ആളുകൾ ഇത് എൻജോയ് ചെയ്യും, ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിച്ചായിരിക്കും, പക്ഷെ പാളിപ്പോയി എന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ.